ഹലോ ഹായ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്കത് ചെയ്താലോ. ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് നീളത്തിലുള്ള ഗ്രോസ്കർ റിബണാണ് കേട്ടോ. ഇത് നമുക്ക് 2 ഇഞ്ച് നീളത്തിലുള്ളതിലും എടുത്ത് ചെയ്യാം. അപ്പോൾ ഞാനൊരു 5 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളത് കറക്റ്റ് കട്ട് ചെയ്യുക. അതിൻ്റെ എഡ്ജ് നമുക്ക് 6 പെറ്റൽസ് ആണ് വേണ്ടത്. ആ പെറ്റൽസ് ഒരേ ലെങ്തിലെടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ സൈഡ് ഉരുക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ ഫോൾഡിംഗ് ആണ് ഏറ്റവും മുഖ്യം കേട്ടോ. ഇത് ജസ്റ്റ് അറിയാം, വളരെ സിമ്പിളാണ്, പക്ഷേ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതിനുശേഷം ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ പിൻ ചെയ്യാനായിട്ട് വേറെ എന്താ പറയുക ക്ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അലിഗേറ്റർ ക്ലിപ്പോ എന്തെങ്കിലും വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ 6 അതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ ഒരുമിച്ച്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ കോണോട് കോൺ മടക്കിയെടുക്കുക. പിന്നെ ഇത് ഉരുക്കരുത്. ഉരുക്കിയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് അവസാനം കോർത്ത് ചെയ്യേണ്ടതാണ്. കോർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉരുക്കി വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിനെ എടുത്തതിന് ശേഷം ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ കോർക്കുന്നത് എങ്ങനെയാണ് ഇതിനെ കോർത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ സൂചി നൂല് എടുക്കുക. അതിനുശേഷം ഇതുപോലെ സൈഡിൽ നമ്മുടെ ഒരു വി ഷേപ്പ് വരുമല്ലോ, ആ വി ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കോർക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഈ കോർത്തൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം എടുക്കും. അല്ലാതെ ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റാതെ ഭയങ്കര ടഫായിട്ടുള്ളത് അങ്ങനെയൊന്നുമല്ല. കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ജസ്റ്റ് അതത്രയും ആ ഒരു രണ്ട് സൈഡും കുറേശ്ശെ എന്താ പറയുക, ഒരു 4 6 സ്റ്റിച്ചിട്ട് എടുക്കുക. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ 6 എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിന് കുറച്ചൊരു സമയം എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തത് ഒന്നുകൂടെ കാണിക്കാം. നിങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ ചെയ്ത് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് പിൻ മാറ്റിയിട്ട് ക്ലിപ്പ് മാറ്റിയിട്ട് പിൻ നമുക്ക് കോർക്കുന്നത്, സ്റ്റിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് അത് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ ചെയ്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അല്ലെങ്കിൽ മൊട്ട പിൻ വെച്ച് പിൻ ചെയ്തിട്ട് ചെയ്താലും മതി. ഇതുപോലെ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു ഔട്ട്കം ഇല്ലേ, അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്കതൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ബാക്കിയുള്ളതും 6 പെറ്റൽസും നമുക്കിനി 6 മാത്രമല്ല 6 8 ചെയ്യാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര പെറ്റൽസ് വേണമെന്നുള്ളത് എടുക്കാം. പിന്നെ നമ്മൾ ഈ 1 ഇഞ്ചിൻ്റെ എടുത്ത് 1 ഇഞ്ചിൻ്റെതുണ്ട്, 2 ഇഞ്ചിൻ്റെത്. 2 ഇഞ്ച് ആണെങ്കിൽ നമ്മൾ ഈ 5ന് പകരം 7 അല്ലെങ്കിൽ 8 പോകും കേട്ടോ. അല്ലെങ്കിൽ അതുകൂടെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഗ്രോസ്കർ റിബന് പകരം സാധാരണ റിബൺ വെച്ച് നമുക്ക് ചെയ്യാം. ഇനി ഇതിന് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്യണം. അതിന് മൊത്തത്തിലൊന്ന് സൈഡ് എല്ലാം നമ്മളൊന്ന് ഒരുമിച്ച് ഇത് ചെയ്തതിന് ശേഷം ഒന്ന് ടൈ ചെയ്തെടുക്കുക. അതിൻ്റെ എഡ്ജ് ടൈ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, നന്നായിട്ട് എന്ത് പറയുക, ടൈറ്റാക്കി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ടൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് ടൈറ്റാക്കി തന്നെ എന്ത് ചെയ്യണം, ടൈ ചെയ്യണം. അല്ലാതെ തീരെ സെൻറ്ററിൽ ഒത്തിരി ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് ടൈ ചെയ്യണം. അപ്പോൾ സെൻറ്ററിലൊരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് നമുക്ക് അവസാനം എന്തെങ്കിലും പാച്ചസോ എന്തെങ്കിലും കൊടുത്ത് നമുക്കത് ഫിനിഷ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഫ്ലവറിൽ ആ ഒരു ചുരുക്കൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ കോർത്തില്ലേ, അതിൻ്റെ ബാലൻസ് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഈ 2 സൈഡിലേക്കൊന്ന് നിവർത്തി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ, ഒരു 2 ലെയർ വരും. ആ 2 ലെയർ ഇങ്ങനെ വിടർത്തി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ വിടർത്തിയാലും നമ്മൾ ബാക്കിയുള്ളതെല്ലാം ചെയ്ത് അവസാനം നിങ്ങളൊന്ന് ചെയ്താലും മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നതാണ് ജസ്റ്റ് അങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നല്ല, ഇപ്പം കണ്ടല്ലോ, ഒരു ഫ്ലവറിൻ്റെ ഒരു ഇത് കുറച്ചുകൂടെ ഒരു ഷേപ്പ് വരും ആ സെൻറ്ററിൽ. പിന്നെ ബാക്ക് സൈഡിൽ ഒരു പെറ്റൽസ് പോലെ 2 ലെയറായിട്ട് അങ്ങ് നിൽക്കും. 2 ലെയറായിട്ട് അത്രയേ ഉള്ളൂ. നല്ല ഭംഗിക്ക് നിൽക്കും കേട്ടോ. ഇത് 2 ഇഞ്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയാണ് കേട്ടോ. കുറച്ചുകൂടെ എടുത്ത ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ കുറച്ചുകൂടെ വലിപ്പം കാണും, കുറച്ചുകൂടെ ഭംഗിയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ റിബണില്ലേ, സാറ്റിൻ റിബൺ, അതിലും ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ സൈഡിൽ ഈ നൂലുകൾ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനൊന്ന് ഉരുക്കി കൊടുക്കണം കേട്ടോ. അത് കാരണം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എപ്പോഴും. അല്ലെങ്കിൽ അത് വീണ്ടും ഇങ്ങനെ നൂല് ഇളകി വന്നിട്ടേ ഇരിക്കും അതിലുള്ള ആ റിബണിൻ്റെ. അതിനുശേഷം ഇതൊരു പോൾക്ക ഡോട്ടിൻ്റെ ഒരു റിബണാണ് കേട്ടോ. ആ റിബണിന് ഞാനൊരു 15 സെൻറ്റിമീറ്ററാണ് എടുത്തിരിക്കുന്നത്. കൂടുതലൊന്നും നമുക്ക് ആവശ്യമില്ല. 15 10 അതായാലും മതി. 10 15 മതിയാവും.
പിന്നെ ഞാൻ പറഞ്ഞ റിബണിൻ്റെ സൈസ് മാറുമ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ എന്താ പറയുക ലെങ്തും അല്ലെങ്കിൽ ആ ഒരു റിബണിൻ്റെ സൈസ് മാറും, അത്രയേ ഉള്ളൂ. അപ്പോൾ വേണ്ട അതിന് ജസ്റ്റ് ഒരു 10-15 സെൻറ്റിമീറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുന്നു. ഇതുപോലെ നമ്മളിങ്ങനെ കോർത്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒന്ന് വലിക്കുമ്പോൾ ഇതുപോലെ വളരെ സിമ്പിളാണ്, ഇങ്ങനെ ഇരിക്കും. അതിന് ജസ്റ്റ് ഇനി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിലൊന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ അത് വിടർത്തുമ്പോൾ നല്ലൊരു ഫ്രില്ല് പോലെ നല്ല ഭംഗിക്ക് നിൽക്കും. ജസ്റ്റ് അതിൻ്റെ സെൻറ്ററിൽ ഒരു ക്ലിപ്പ് കൊടുത്താലും നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് അതിനെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം കേട്ടോ. നോക്കി, അപ്പോൾ അത് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെന്നിട്ട് അതിനെ നന്നായിട്ട് വിടർത്തിയെടുക്കണം നമ്മൾ. ഇപ്പോൾ കുറച്ചുകൂടെ നമ്മളെന്താ പറയുക, ഇപ്പോൾ 15 സെൻറ്റിമീറ്റർ എടുത്തുള്ളൂ. കുറച്ചുകൂടെ നീളം വേണമെങ്കിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഫ്ലെയറായിട്ട് നല്ല കുറച്ചുകൂടെ ഒരു ചുരുക്കമൊക്കെ കാണും. ഒത്തിരി ചുരുക്കം ആവശ്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഞാൻ ഒരു ഫെൽറ്റ് ഷീറ്റ് എടുത്തു. ഫെൽറ്റ് ഷീറ്റിന് ഒരു സ്ക്വയർ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എപ്പോഴും കട്ട് ചെയ്യാൻ റൗണ്ട് എളുപ്പമാണ്. ഒരു ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. അതിന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി സെൻറ്ററിൽ വെക്കാൻ വേണ്ടി പാച്ചസ് ഞാൻ ഇതുപോലെ ചെയ്ത് വയ്ക്കും കേട്ടോ. നമ്മളൊരു കട്ട് ബീഡ്സ് എടുക്കുക, സ്റ്റോൺ ചെയിൻ കവർ ചെയ്യുക. അതിൻ്റെ വീഡിയോകളൊക്കെ മുന്നേ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും കാണിക്കാത്തത്. എന്നിട്ട് സ്റ്റോൺ ചെയിൻ എന്താ പറയുക ഫെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ പോൾക്ക ഡോട്ടില്ലേ അതിലേക്ക് ഒന്ന് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് വിടർത്തിയതിന് ശേഷം അതൊക്കെ ഒട്ടിച്ച് വെക്കുക. അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ബാക്ക് സൈഡൊക്കെ എടുത്ത് എല്ലായിടും നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കി ഇത് ചെയ്യുക. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ചെയ്യുന്നതിനടുത്ത്. നമ്മുടെ ഫ്ലവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലവർ എന്ത് ചെയ്യുക, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുകയാണ്. അതിപ്പോൾ നമ്മളിതിൻ്റെ പുറത്തേക്കും കുറച്ചുകൂടെ ഭംഗിയാവും കേട്ടോ. അതിലേക്ക് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ സെൻറ്ററിലാണ് നമുക്കിനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ പാച്ചസ് ഉണ്ടായിരുന്നു, ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് പലതരം കളറിൽ കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പേളോ നമ്മുടെ വൈറ്റ് കളറിലുള്ള ഒരു ബീഡ്സ് കൊടുത്താലും മതി കേട്ടോ. സിമ്പിളായിട്ട് അതവിടെ ഇരുന്നോളും. ഇതിങ്ങനെ വിടർന്ന് നിൽക്കുന്നതാണ് കുറച്ച് ഭംഗി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അതിനുശേഷം സെൻറ്ററിലേക്ക് നമ്മളുടെ എന്താ പറയുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാച്ചസ് അപ്ലൈ ചെയ്ത് വെച്ച് കൊടുക്കുക. നല്ല ഭംഗിയായി. ഇതിപ്പോൾ ഈ ലൈറ്റിൻ്റെ ആ ഒരു ഇതിലാണ് നിങ്ങൾക്ക് അത്രത്തോളം ആ കളർ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരു ഓറഞ്ചാണ് കേട്ടോ. അത് ശരിക്കും നല്ല ഭംഗിയാണ്. നമുക്കിത് നൈലോൺ ബാൻഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ നൈലോൺ ബാൻഡ് ഇല്ലായിരുന്നു, അതിന് പകരമാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫെൽറ്റ് ഷീറ്റ് അതിനൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്യുക. ഇത് ശരിക്കും റൗണ്ട് സെയിം ഷേപ്പിലാണ് കട്ട് ചെയ്താലും മതിയാവും. ഞാൻ എളുപ്പത്തിന് കട്ട് ചെയ്തതന്നേ ഉള്ളൂ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഈസി ആയിട്ടുള്ളത്. നമ്മൾ ബാക്ക് തിരിക്കുക, അതിലേക്ക് ഹെയർ ബാൻഡ് വയ്ക്കുക, ഇതൊന്ന് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. ഇതെന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നന്നായിട്ട് വലിച്ചാൽ പോലും അത് ഇളകി വരത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നത്. അല്ലാതെ നമ്മുടെ ആ ഒരു ക്ലിപ്പ് തന്നെ വാങ്ങിച്ച് വയ്ക്കണമെന്നില്ല, നന്നായിരിക്കും. കാരണം മോൾക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ഇളകിയൊന്നും വരത്തില്ല. വളരെ ഈസി ആയിട്ട് ചെയ്തു, വളരെ ബ്യൂട്ടിഫുള്ളാണ്. നോക്കിയേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.